മൊത്തത്തിലുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തവും എത്ര മൊത്തം ഗൈസ് ഡേ ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ റീപർച്ചേസ് ചെയ്ത് കുറച്ച് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഞാൻ മെയിൻലി പറയുകയാണെങ്കിൽ ഗൈസ്, അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോസ്റ്റ് റീപർച്ചേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. കാരണം ഒന്നിൽ കൂടുതൽ തവണ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സും അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് റിവ്യൂസ് ആയിട്ടൊക്കെ പറയാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമല്ലോ. ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട, കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പ്രോഡക്റ്റ്സ്. ഇതിൽ മൊത്തവും പ്രോഡക്റ്റ്സ് അല്ല, ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനത് മാറ്റാൻ നിന്നില്ല. അപ്പം എൻ്റെ മുകളിൽ കൂടെ ഞാൻ എല്ലാ പ്രോഡക്റ്റ്സും ഒക്കെ വെച്ചിട്ട്, പിന്നെ ഇത് മൊത്തം ഫില്ലായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ല കേട്ടോ. ഞാൻ ബോട്ടിൽസ് ഞാൻ റീയൂസ് ചെയ്യും. കാരണം അകത്തുള്ള സീറത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ എണ്ണ ഒഴിച്ചിട്ട് ആപ്ലിക്കേഷന് വേണ്ടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സീറത്തിൻ്റെ ബോട്ടിൽ വെക്കും. പിന്നെ ഇതൊക്കെ തീർന്ന സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ചൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് സ്കിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. മുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടോ ഞാൻ എന്തൊക്കെയാണ് റീപർച്ചേസ് ചെയ്തത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് സീറത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എവിടെ വെക്കും? ഇവിടെ വെച്ചാൽ ഓക്കെ, വേണ്ട, ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, ആദ്യമേ സീറം എടുക്കുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സീറം എന്ന് പറയുന്നത് ഞാനൊരു ബിഗിനർ ആയ സമയത്ത് ഞാൻ വാങ്ങിച്ച സീറമായിരുന്നു ഗൈസ്. ഇത് വൈറ്റമിൻ സി സീറമായിരുന്നു. 10% വൈറ്റമിൻ സി സീറം. ഡെർമാക്കോടെ തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് ഞാനൊരു സീറം യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പോഴും ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇപ്പോഴും ഞാൻ അത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും റീയൂസ് ആവുമല്ലോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സീറം എന്ന് പറയുന്നത്. വൈറ്റമിൻ സി സീറമായിരുന്നു. സ്കിൻ റേഡിയൻസിന് വേണ്ടിയിട്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഒന്നും തന്നെ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയില്ല. എന്താണെന്ന് അറിയത്തില്ല. കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണോ, പിന്നെ ഒരു ബിഗിനറിന് വൈറ്റമിൻ സി സീറം നല്ലതാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചതും. സോ പിന്നീട് ഞാൻ അധികം ഇത് റീപർച്ചേസ് ചെയ്തില്ല. ഒരു 1 തവണ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് ഏതാണെന്ന് ചോദിച്ചാൽ വേണ്ടേ. പിന്നെ അവസാനമായിട്ട് വൈറ്റമിൻ സി സീറം വാങ്ങിച്ചത് ഇതിൻ്റെ കുറച്ച് വലിയ ബോട്ടിൽ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സീറം പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്കെന്തോ തോന്നിയിട്ടില്ല പിന്നെ വാങ്ങിക്കാനൊന്നും. കാരണം സ്കിന്നിന് ഒട്ടും സ്യൂട്ടാവാത്ത പോലെ തോന്നി. പിന്നെ അതുമല്ല, കുറച്ച് ഇരുണ്ടിരിക്കുന്ന പോലെ തോന്നി. ഇതിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര, ഇനി ഈ ബ്രാൻഡിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ഡെർമാക്കോടെ ആയിരുന്നു. പിന്നെ അത് ഞാൻ അവിടെ നിർത്തി. ഓക്കെ, ഇനി സീറം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഹൈലറോണിക് ആസിഡ് സീറം തുടങ്ങിയായിരുന്നു. അതായിരുന്നു എം കഫൈൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ ടീ ഫേസ് സീറമായിരുന്നു ഇത്. സത്യം പറയട്ടെ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീറമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റായി സീറത്തിന്. അതേപോലെ തന്നെ ഒരു മണവും പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുകയും ചെയ്യും. നമ്മുടെ മുഖം ഒരിക്കലും ഇത് ഡിമ്മായിട്ട് വെക്കത്തേ ഇല്ല കേട്ടോ. നല്ല രീതിക്കുള്ള ഹൈഡ്രേഷൻ തരുന്ന ഒരു സീറമായിരുന്നു. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീറമായിരുന്നു. ഇത് ഞാനൊരു 2 തവണയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ചാടിയ അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡ് എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ഒന്നെങ്കിൽ എന്താ പറയുക, സ്യൂട്ടാവത്തില്ല. ഇപ്പോൾ ഡെർമാക്കോടെ പറയുമ്പോൾ എനിക്കത് സ്യൂട്ടായില്ല. അപ്പം ഞാൻ വേറെ ഇതിലോട്ടങ്ങ് ചാടി. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പൈസയുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റുള്ള സീറംസും എനിക്ക് അധികം വാങ്ങിക്കാൻ ഇങ്ങോട്ട് തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സീറം നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണ്ടേ. അപ്പോൾ അതും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചാടിയ ഒരു ബ്രാൻഡായിരുന്നു പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഇതിൻ്റെ ഹൈലറോണിക് ആസിഡ് സീറമാണ്. പക്ഷേ ഇതിൽ കുറച്ച് റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റും കൂടെ ഉണ്ട്.
ഇതൊരു ലിഫ്റ്റ് ആൻഡ് ഫേം സിറമാണ്. മുഖത്തെ റിങ്കിൾസൊക്കെ മാറ്റാനും കുറച്ച് ഒന്ന് ഹൈഡ്രേഷനൊക്കെ നൽകുന്ന ഒരു സീറമായിരുന്നു ഇത് ഞാൻ അത്യാവശ്യം റീപർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇതെല്ലാം കാലി ബോട്ടിൽസ് ആണ് കേട്ടോ. ഈ 3 സീറമാണ് ഫേസിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ ഈ പിൽഗ്രിം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. സോ ഇത് ഞാൻ ഒരുപാട് റീപർച്ചേസ് ചെയ്തത് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആയിരുന്നു. ഇനി മോയ്സ്ചറൈസർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ യൂസ് ചെയ്തതായിരുന്നു ഇത് ഡെർമാക്കോടെ ഈ ഒരു സെറമൈഡ് ഇൻറ്റൻസ് ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. ഫസ്റ്റായിട്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു സമയത്ത് ഒരു മോയ്സ്ചറൈസർ വേണം എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. റീപർച്ചേസ് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. നല്ല മോയ്സ്ചറൈസർ ആയിരുന്നു, കുഴപ്പമൊന്നും പറയാനായിട്ടില്ലായിരുന്നു. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് മോയ്സ്ചറൈസർ. ഇനി സെക്കൻഡായിട്ട് ഞാൻ ഒരുപാട് തവണ വാങ്ങിച്ചതും ഇതിലൊന്നുമില്ല ഇതായിരുന്നു സിമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. സോ ഗൈസ്, ഇതിൽ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിളാണ്. മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എണ്ണമയോ, പക്ഷേ ഇതിന് എണ്ണമയം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ തന്നെ ഹൈഡ്രേറ്റിങ്ങും ആണ് ഇത് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറായത്. സത്യം പറഞ്ഞാൽ ഇതെന്തായാലും ഞാൻ ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിനും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ സ്കിന്നിനും സ്യൂട്ടബിൾ ആവും. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. സോ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഈ ഒരു നിങ്ങളൊരു നല്ലൊരു ഫേസ് മോയ്സ്ചറൈസർ നോക്കുവാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ദിസ് ഗൈസ് ബിക്കോസ് ഇറ്റ്സ് സോ ഗുഡ്. നല്ല സാധനമാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഫേസ് മോയ്സ്ചറൈസറിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഗൈസ്, ഇനി സൺസ്ക്രീനിൽ വരുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സൺസ്ക്രീൻ എൻ്റെ ചേച്ചി യൂസ് ചെയ്യുന്ന കണ്ട് ഞാൻ വാങ്ങിച്ച ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നതായിരുന്നു ഇത് ന്യൂട്രോജീനയുടെ ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന കേട്ടോ, ഇതിലൊന്നുമില്ല, എന്നാലും ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം വിലയില്ല. കാരണം ബാക്കി സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ 200 രൂപയ്ക്ക് താഴെ എങ്ങാണ്ട. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഇത് വാങ്ങിക്കുമല്ലോ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സൺസ്ക്രീൻ ഇതായിരുന്നു ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ലേ, ഈ സത്യം പറഞ്ഞ സൺസ്ക്രീന് യൂസ് ചെയ്യാത്തവർ പെട്ടെന്നൊരു സൺസ്ക്രീൻ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ മുഖം എങ്ങനെ റിയാക്റ്റ് ആവും, കുറച്ച് ഇരുണ്ടൊക്കെ ഇരിക്കും സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ ചിലവർക്ക്, ചില സ്കിൻ ടൈപ്സിന് അല്ലെങ്കിൽ ചില സൺസ്ക്രീൻ ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര ഇരുണ്ടാണ് കേട്ടോ ഇരുന്നത്. ഭയങ്കര ഭയങ്കര മുഖം കഴുകി കളയുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ സൺസ്ക്രീൻ ഞാനപ്പോൾ വിചാരിച്ചു ഇത് കൊള്ളത്തില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കയ്യിലും കാലിലൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഒരുപാട് നമ്മൾ ഈ ടാനൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആയിരിക്കും നമ്മൾ വീട്ടിൽ വരുന്നത്. അങ്ങനെ വെക്കേഷൻ ടൈമിൽ നമ്മൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്ത് ഞാൻ കുറച്ച് ടാനൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് തുടങ്ങിയപ്പോൾ
അപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ മുഖം ഇരുണ്ട പോലെ എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ടാനായിട്ടിരിക്കുന്ന ഒരു ഫേസ് ഇത് ഇടുവാണെങ്കിൽ ഭയങ്കരമായി ഒന്നും കൂടി ഇരുണ്ട പോലെ തോന്നും കേട്ടോ. അതാ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ മുഖത്ത് ഒന്നും കൂടെ സെൽഫ് കെയറും കാര്യങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് ഇടുമ്പോഴത്തേന് ഇരുണ്ട പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ കുറേ തവണ ഇത് റീപർച്ചേസ് ചെയ്തായിരുന്നു, ഒരു 2-3 തവണ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അക്വലോജിക്കയുടെ സത്യം പറഞ്ഞാൽ ആരും റെക്കമെൻഡ് ഒന്നും ചെയ്തേയില്ല. അത് കഴിഞ്ഞിട്ടാണ് വേറൊരു സൺസ്ക്രീൻ എൻ്റെ മനസ്സിൽ ചാടി എത്തുന്നത്. അതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫേവറേറ്റാണ് ഇത്. അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇതിലൊന്നുമില്ല, ഇതിലുണ്ട്. ഇതൊക്കെ ഇനി വെച്ചേക്കോ, എൻ്റെ അകത്തൊക്കെ കാണുമല്ലോ, കുറച്ചൊക്കെ തന്നെ എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു പരസ്യമോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ട് വാങ്ങിച്ചൊന്നുമല്ല, റാൻഡമായിട്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ആമസോണിൽ നോക്കിയപ്പോൾ കണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ സത്യം പറഞ്ഞാൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡുവേ ഫിനിഷ് തരും, തിളങ്ങുന്ന പോലെയൊക്കെ തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൺസ്ക്രീന്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, അധികം സ്മെല്ലില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല. ഒരുപാട് നേരം ഇത് മുഖത്ത് ആ ഒരു ഡൂയി ഫിനിഷ് നമുക്ക് തരുന്നുമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇപ്പം തന്നെ ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ടെന്ന് തോന്നത്തേ ഇല്ല, അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഈ ഒരു സൺസ്ക്രീൻ അക്വലോജിക്കയുടെ. വേറെ അക്വലോജിക്കയുടെ ഒരുപാട് സൺസ്ക്രീൻ ഉണ്ട്, പക്ഷേ ഇത് വാട്ടർമെലൺ റേഡിയൻസ് ഡൂയി സൺസ്ക്രീൻ വാട്ടർമെലൺ ആൻഡ് നയാസിനമൈഡ്. ഇത് ഇലുമിനേറ്റ് പ്ലസ് ഹൈഡ്രേഷനും തരുമെന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഹൈഡ്രേഷനും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തത് ഉള്ളതൊന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അത് ദാറ്റ് വിൽ ബി എന്താ പറയുക, സോ ഗുഡ് എന്ന് പറയും. അപ്പോൾ സൺസ്ക്രീൻ്റെ കാര്യത്തിലാണ് ഇത്രയും ഒരു ഐഡിയ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗോ ഫോർ ദിസ് സൺസ്ക്രീൻ. ഇത് പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മുഖത്തെ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സീറം ഞാൻ പറഞ്ഞു, മോയ്സ്ചറൈസർ പറഞ്ഞു, സൺസ്ക്രീൻ പറഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഹെയറിന്, തലമുടിക്ക് ഇപ്പം എന്തായാലും ഷാമ്പുവും കണ്ടീഷണറും വേണമല്ലോ നമ്മൾ എണ്ണയൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ സ്ഥിരം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഇടയ്ക്കൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഷാമ്പൂ എന്ന് ചോദിച്ചാൽ ദീദിയുടെ ധാത്രിയുടെ ഒരു ഷാമ്പൂ ഉണ്ടല്ലോ, ആ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ യൂസൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, ഞാൻ മാറ്റി യൂസ് ചെയ്യും. ഇപ്പോൾ വേറൊരു ഷാമ്പൂ ഉണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ യൂസ് ചെയ്യും. അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പണ്ട് ഒരു വർഷത്തിനൊക്കെ അതിന് മുന്നേ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷാമ്പൂ ആയിരുന്നു ഇത്, ദീദിയുടെ ഈ ഒരു ഷാമ്പൂ. ഒരുപാട് ഭയങ്കര എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും മുടി ഭയങ്കരമായിട്ട് നമ്മൾ എണ്ണ തേച്ചിട്ട് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ഷാമ്പൂ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള എണ്ണയെല്ലാം പോകും, നല്ലപോലെ മുടി പറന്ന് കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇനി വേറൊരു ഷാമ്പൂവും വിത്ത് കണ്ടീഷണറുമാണ് സംഭവം. ഇത് എൻ്റെ അല്ല, ഇതെൻ്റെ ചേച്ചിയുടെയാണ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മുടി ഒരുപാട് നമുക്ക് ഒന്ന് ഒതുങ്ങിക്കിടക്കും, അങ്ങനത്തെ ഒരു ഷാമ്പൂ ആണ്. എന്താ ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും.
ഇതേണ്ടേ കണ്ടീഷണർ, ഇത് ഷാമ്പൂ, ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട് കാമിങ് ഡെഫിനിഷൻ ഫോർ ഫ്രിസി ഹെയർ. ഫ്രിസി ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ്. ഡാൻഡ്രഫ് മാറും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിക്കരുത്. പക്ഷേ മുടി ഒന്ന് ഒതുങ്ങിക്കിടക്കാൻ അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്, ഈ 2 ഷാമ്പൂ കണ്ടീഷണറും. സോ ഇത് ഹെയറിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇടയ്ക്ക് ഒരു തവണ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മാസം ഹോസ്റ്റലിൽ നിന്നപ്പോൾ യൂസ് ചെയ്ത് ഒരു കണ്ടീഷണറും ഷാമ്പുവും. അതിൻ്റെ ഒരു കണ്ടീഷണറേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, ഷാമ്പൂ ഇല്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിൻ്റെ കണ്ടീഷണറും വിത്ത് ഷാമ്പൂ. എൻ്റെ പൊന്നോ, മുടി എന്ന് പറയുമ്പോൾ മുടി നമ്മൾ ധരിക്കത്തില്ല, നമ്മുടെ മുടി ഒരുപാട് എണ്ണയായിട്ട് തോന്നിയില്ലെങ്കിലും ഒന്ന് ഒതുങ്ങി ഒരു സ്മൂത്ത് പോലെ കിടക്കണമെന്ന്, അതുപോലെ കിടക്കുന്ന സംഭവമായി ലോറിയലിൻ്റെ നല്ലതാണ് ഡ്രീം ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു ഷാമ്പൂ, ഈ ഒരു കണ്ടീഷണർ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് തൊട്ടടുത്തുള്ള കടകളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കടകൾ, അവിടെ നിന്നൊരു ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ആ സമയത്ത് ആമസോണിലൊക്കെ നോക്കുമ്പോൾ വലുതേ ഉള്ളൂ, വലുതിന് നല്ല വിലയും. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് നിർത്തി, വേണ്ട, അങ്ങനെയാണ് നിർത്തിയത്. അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് ഇനിയും ഇതേപോലെ ചെറിയ സാമ്പിൾ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കും. നല്ലൊരു സംഭവം കേട്ടോ, നല്ല ഷാമ്പുവും നല്ല കണ്ടീഷണറും ആയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാനിത് സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പറയുന്നത്. ഞാൻ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ഒന്ന് പറയും, ഇത് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പിൽഗ്രിമിൻ്റെ ഒരു സീറോ, അത് ഓക്കെ. സീറം എന്താണ് ഉപയോഗിക്കാനൊക്കെ ഐഡിയ ഒന്നും ഇല്ലാത്തവർ വൈറ്റമിൻ സി സീറം ബിഗിനറിന് യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഈ ഡെർമാക്കോൻ്റെ വേണ്ട കേട്ടോ, അതെനിക്ക് ഒരുപാട് ഒരു ഇരുണ്ട പോലെയായിരുന്നു എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്, അത് വേണ്ട. എം കഫേൻ്റെ ആ ഒരു ഗ്രീൻ ടീ ഫേസ് സിറം അത് അടിപൊളിയാണ്. പിന്നെ മോയ്സ്ചറൈസർ സിമ്പിളിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയാണ് ഏറെക്കുറെയൊക്കെ എൻ്റെ ഒരു റീപർച്ചേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കുറച്ചൊരു ഐഡിയ കിട്ടിക്കാണും കേട്ടോ. സോ അപ്പോൾ ഗൈസ് ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.